കേരള സഭ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. നീതിയുടെ പോരാട്ട ഭൂമിയിലെ നിർഭയനായ പോരാളി ഫാദർ സ്റ്റാൻ സ്വാമി അധസ്ഥിതരുടെ പക്ഷം ചേർന്ന മനുഷ്യസ്നേഹിയാണെന്ന് കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല. കണ്ണൂർ രൂപത, കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ, കണ്ണൂർ ബിഷപ്പ് ഹൌസിൽ സംഘടിപ്പിച്ച ഫാദർ സ്റ്റാൻ സ്വാമി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. ജനാധിപത്യ മൂല്യങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കുമായി എരിഞ്ഞസ്തമിച്ച ആ മഹാത്യാഗി നന്മ നിറഞ്ഞ മനുഷ്യ മനസ്സുകളിലെന്നും നീതിസ്തൂര്യനായി ജ്വലിച്ചു നിൽക്കുമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. സീറോ മലബാർ സഭയുടെ വ്യക്തിത്വം നിലകൊള്ളുന്നത് നസ്രാണി സ്വത്വത്തിലാണെന്നും കാലത്തിന്റെ കുത്തൊഴുക്കിൽ സമുദായത്തിന്റെ പരമ്പരാഗത തനിമയും മൂല്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്നും അവ വീണ്ടെടുക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം. മാർത്തോമ വിദ്യാനികേതന്റെ 34ാമത് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജെയിംസ് പാലക്കൽ മുഖ്യപ്രഭാഷണം നടത്തിയ സമ്മേളനത്തിൽ വിദ്യാനികേതൻ ഡയറക്ടർ റവറന്റ് ഡോക്ടർ തോമസ് കറുകക്കളം അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ഭാരവാഹികൾ പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്തിന്റെ നേതൃത്വത്തിൽ മലയോര ജനത നേരിടുന്ന വന്യജീവി ആക്രമണത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകാൻ നടപടി ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന് നിവേദനം നൽകി. തലശ്ശേരി അതിരൂപത കേന്ദ്രത്തിൽ വെച്ച് മാർ ജോസഫ് പാംപ്ലാനിയുടെ അധ്യക്ഷതയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മലയോര ജനതയുടെ ആവശ്യങ്ങൾ ഏറെ ഗൗരവത്തോടെ പരിഗണിക്കാമെന്നും ഏറ്റവും അടുത്ത ദിവസം വിശദമായ ചർച്ചകൾക്കും പഠനത്തിനുമായി വകുപ്പുതല ഉദ്യോഗസ്ഥന്മാരെയും ഉൾപ്പെടുത്തിയുള്ള വിപുലമായ ചർച്ചയ്ക്കുമായി അവസരമൊരുക്കാമെന്നും മന്ത്രി ഉറപ്പു നൽകി. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ റവറന്റ് ഡോക്ടർ ഫിലിപ്പ് കവിയിൽ, ജനറൽ സെക്രട്ടറി ജിമ്മി ഐത്തമറ്റം, ട്രഷറർ സുരേഷ് കാഞ്ഞിരത്തിങ്കൽ, വൈസ് പ്രസിഡന്റ് ബെന്നിച്ചൻ മടത്തിനകം എന്നിവരും നിവേദന സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രതിസന്ധികളിൽ ക്രിസ്തുവിന്റെ കൂടെ നടക്കാനുള്ള ആഹ്വാനമാണ് വിശ്വാസ പരിശീലനത്തിന്റേതെന്ന് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ. വിദ്യാജ്യോതിയിൽ വിശ്വാസ പരിശീലന അവാർഡുകൾ നൽകി സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ വിൽസൺ ഈരത്തറ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ രൂപത മതബോധന ഡയറക്ടർ ഫാദർ റിജോയ് പഴയാറ്റിൽ, മതബോധന സെക്രട്ടറി സിസ്റ്റർ മരിയറ്റ്, രൂപത ആനിമേറ്റർ ജോസ് മാളിയക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. മരണസംസ്കാരത്തിൽ നിന്ന് നമ്മൾ മാറാൻ ശ്രമിക്കണമെന്ന് കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. മരണസംസ്കാരത്തിൽ നിന്ന് മാറാൻ മനുഷ്യദർശനം, ദൈവദർശനം, പ്രകൃതി ദർശനം, നിന്നെപ്പറ്റിയുള്ള ദർശനം എന്നീ 4 ദർശനങ്ങൾ ആവശ്യമാണെന്നും ജീവനെ ഹനിക്കുന്ന ഏറ്റവും വലിയ പാപം അബോർഷനാണെന്നും വിലയുള്ള ജീവനെ നശിപ്പിക്കരുതെന്നും ബിഷപ്പ് ആഹ്വാനം ചെയ്തു. ഓഗസ്റ്റ് 10-ന് തൃശൂരിൽ നടക്കുന്ന ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫിന്റെ മുന്നോടിയായി KCBC പ്രോ ലൈഫ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജീവസംരക്ഷണ കേരള യാത്രയ്ക്ക് മേരിക്കുന്ന് ഹോളി റെഡീമർ ദേവാലയത്തിൽ കോഴിക്കോട്, താമരശ്ശേരി രൂപതകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയുടെ 71ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന തീർത്ഥാടന പദയാത്രകൾക്ക് തുടക്കമാകുന്നു. റാന്നി പെരുന്നാട്ടിൽ നിന്ന് ആരംഭിക്കുന്ന പ്രധാന പദയാത്ര 10-ന് രാവിലെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസിലിയൂസ് ക്ലീമിസ് കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യും. പദയാത്രയ്ക്ക് മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റ് സഭാതല സമിതിയും തിരുവനന്തപുരം മേജർ അതിഭദ്രാസനം, പത്തനംതിട്ട ഭദ്രാസന സമിതികൾ സംയുക്തമായി തീർത്ഥാടന പദയാത്രകൾക്ക് നേതൃത്വം നൽകും. തന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി വർഷത്തിലെ ജന്മദിനത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒപ്പം കേക്ക് മുറിച്ചും സമ്മാന പുതപ്പുകൾ നൽകിയും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രഭാത ഭക്ഷണ വിതരണം 3ാം വർഷം ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് ബിഷപ്പിന്റെ ജന്മദിനാഘോഷവും സമ്മാന വിതരണവും ഭക്ഷണ വിതരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മദർ തെരേസ കെയർ ഹോം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ നിരവധി വൈദികരും സന്യാസിനികളും പങ്കെടുത്തു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 16-ന് പെരിന്തൽമണ്ണ, മരിയാപുരം, മലപ്പുറം, കരുവാരകുണ്ട് ഫൊറോന റീജിയണൽ സംഗമത്തിന്റെ ഭാഗമായി സെന്റ് അൽഫോൺസ ഫൊറോന പള്ളിയിൽ നടത്തുന്ന സമുദായ നേതൃത്വ പരിശീലന ശില്പശാലയായ ചോസൻ 2024-ന് സംഘാടക സമിതി രൂപീകരിച്ചു. മേഖലായോഗം ഫൊറോന ഡയറക്ടർ ഫാദർ ആന്റണി കരിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഫൊറോന പ്രസിഡന്റ് വർഗീസ് കണ്ണാത്ത് അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് 2024-27 വർഷത്തെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ട്രീസ ലിസ് സെബാസ്റ്റ്യനെ ഫൊറോന കമ്മിറ്റി സ്വീകരണം നൽകി ആദരിക്കുകയും തുടർന്ന് വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്തു. കോട്ടപ്പുറം രൂപതയിൽ തൃശൂർ തിരുഹൃദയ ഇടവകയോട് ചേർന്ന് കുണ്ടുകാട് ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച ലേ മിഷൻ ഫൗണ്ടേഷന്റെ ആശീർവാദ കർമ്മം
കോട്ടപ്പുറം ബിഷപ്പ് അംബ്രോസ് പുത്തൻവീട്ടിൽ നിർവഹിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞൂർ റോക്കി റോബിൻ, ഫാദർ മാത്യു നായ്ക്കംപറമ്പിൽ, ആലുവ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് ഫാദർ സുജൻ അമൃതം എന്നിവർ പങ്കെടുത്തു. ട്രെയിനിംഗ് സെന്റർ, ചാപ്പൽ, ധ്യാന മണ്ഡപം, കോൺവെന്റ് തുടങ്ങിയവ ഉൾപ്പെടുന്ന ഫൗണ്ടേഷന്റെ പ്രവർത്തനം തൃശൂർ തിരുഹൃദയ ലത്തീൻ ഇടവക വികാരി ഫാദർ ജോസഫ് ജോഷി മുട്ടിക്കൽ, ബ്രദർ സുനിൽ മോസ എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും മുന്നോട്ട് പോവുക. ഇറ്റലി ആസ്ഥാനമായുള്ള ഡോട്ടേഴ്സ് ഓഫ് ഡിവൈൻ സീൽ സന്യാസിനി സഭയുടെ ഇന്ത്യയിലെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി കൊല്ലം രൂപതയിലെ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഇടവാംഗം സിസ്റ്റർ ആഗ്നസ് ആന്റണി തെരഞ്ഞെടുക്കപ്പെട്ടു. വിനോദ് നിവാസിൽ പരേതനായ ആന്റണിയുടെയും വിമലയുടെയും മകളാണ് സിസ്റ്റർ ആഗ്നസ് ആന്റണി. സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോടെ 10 കോടി രൂപ ചിലവിൽ ആരംഭിക്കുന്ന റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ഘാടനം നാളെ ഉച്ചകഴിഞ്ഞ് 3-ന് റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിക്കും. ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിക്കും. MRI, CT, അൾട്രാസൗണ്ട് സ്കാനിംഗ് ഉൾപ്പെടെ റേഡിയോളജി വിഭാഗത്തിൽ സജ്ജീകരിച്ചതായി ഡയറക്ടർ റവറന്റ് ഡോക്ടർ ആൻഡ്രു ആലപ്പാടൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, ഫാദർ നവീൻ ഊക്കൻ, ഫാദർ ജോസഫ് ഗോപുരം, ഫാദർ ഡിൻഡോ ടെക്കിനിയേത്ത്, TJ പൗലോസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ധന്യന്മാർ ഇവാനിയൂസ് തിരുമേനിയുടെ 71ാമത് ഓർമ്മ തിരുനാൾ ഈ വർഷം സഭ ആചരിക്കുന്ന വേളയിൽ കഴിഞ്ഞ 12 വർഷക്കാലമായി UAE-യിലെ ജബലലി DIP പ്രാർത്ഥനാ ഗ്രൂപ്പിലെ യുവജനങ്ങൾ 1 മാസം നീണ്ടുനിൽക്കുന്ന പ്രാർത്ഥനാ യജ്ഞം നടത്തി ഏവർക്കും മാതൃകയായി. 15ാം ദിവസത്തിൽ UAE മലങ്കര കൗൺസിൽ സെൻട്രൽ സമിതിയിൽ നിന്നും പ്രസിഡന്റ് ഷാജു ബേബി, ജനറൽ സെക്രട്ടറി രാജേഷ് ജോൺ, ജോയിന്റ് ട്രഷറർ ജോർജ് വില്യംസ്, ദുബായ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള മലങ്കര കൗൺസിൽ അംഗവും സെൻട്രൽ സമിതി മുൻ പ്രസിഡന്റുമായ ബിരൻ ഫിലിപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. സാങ്കേതിക വിദ്യ മാനവ നന്മയ്ക്ക് ഉതങ്ങണമെന്നും അവയുടെ ഉപയോഗം ബുദ്ധിപൂർവമായിരിക്കണമെന്നും ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം മെത്രാപ്പോലീത്ത. മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനം സംഘടിപ്പിച്ച സൈബർ സെക്യൂരിറ്റി സെമിനാർ പത്തനംതിട്ട കാതോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. MGO CSM ജനറൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ വിവേക് വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ഡോക്ടർ A. നസീം സെമിനാർ നയിച്ചു. ക്നാനായ കാത്തലിക് കോൺഫറൻസ് ഓഫ് നോർത്ത് അമേരിക്ക കൺവെൻഷൻ ക്നാനായ ഐക്യവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്ന വേദിയാകണമെന്ന് കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട്. വടക്കേ അമേരിക്കയിലെ ക്നാനായ സമുദായത്തിന്റെ ഏറ്റവും വലിയ സംഘടനയായ KCCNA-യുടെ 15ാം കൺവെൻഷൻ സാൻ ആന്റോണിയോയിലെ ഹെൻറി B. ഗോൺസാലസ് കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. വിശുദ്ധ കുർബാനയോടെയാണ് കൺവെൻഷന് തുടക്കം കുറിച്ചത്. മാർ മാത്യു മൂലക്കാട്ടിനൊപ്പം അമേരിക്കയിലെ ക്നാനായ വൈദികരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ 2021-2024 ബാച്ച് ബിരുദ വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ സംഘടിപ്പിച്ചു. തിരൂർ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ L. സുഷമ ബിരുദദാനം നടത്തിയ ചടങ്ങിൽ ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, സഹൃദയ കോളേജ് മാനേജർ മോൺസിഞ്ഞൂർ വിൽസൺ ഈരത്തറ, കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറന്റ് ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KL. ജോയ് എന്നിവർ സന്നിഹിതരായിരുന്നു. സഹതാപവും അനുകമ്പയും സഹാനുഭൂതിയും ഇല്ലാത്ത ലോകത്തിൽ കൂടിയാണ് ഇന്ന് നമ്മൾ കടന്നുപോകുന്നതെന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. കോട്ടയം ബസേലിയൂസ് കോളേജിന്റെ 1 വർഷം നീണ്ടുനിന്ന വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബാവ. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല ജീവിത മൂല്യങ്ങളും നമുക്ക് തിരിച്ചു പിടിക്കണമെന്നും അതിനായി കലാലയങ്ങളിൽ ഗവേഷണങ്ങളും സെമിനാറുകളും പഠനങ്ങളും നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻഫോമിന്റെ നേതൃത്വത്തിൽ ഉപ്പുതുറയിൽ ഫലവൃക്ഷ തൈകളുടെയും കാർഷിക വിള തൈകളുടെയും വിതരണം നടന്നു. ഇൻഫാം ഉപ്പുതുറ കാർഷിക താലൂക്കിന്റെ നേതൃത്വത്തിലാണ് തൈകൾ വിതരണം ചെയ്തത്. ഇൻഫാം ഉപ്പുതുറ താലൂക്ക് രക്ഷാധികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ വിതരണോദ്ഘാടനം നിർവഹിച്ച സമ്മേളനത്തിൽ സന്തോഷ് കൊട്ടിരിക്കൽ, മാത്യു പ്ലാത്ര, ജോയ് കട്ടക്കയം, മനോജ് കീളക്കാട്ട്, കൊച്ചുമോൻ ജോസഫ്, ജെയിംസ് വെട്ടുകുടി, ഷിബു പനന്തോട്ടം എന്നിവർ നേതൃത്വം നൽകി. KCBC-യുടെ ആഭിമുഖ്യത്തിൽ 2024 സെപ്റ്റംബറിൽ നടത്തപ്പെടുന്ന 36ാമത് അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിലേക്ക് രചനകൾ ക്ഷണിക്കുന്നു. DTP-യിൽ തയ്യാറാക്കിയ 2 പ്രതികളും രജിസ്ട്രേഷൻ ഫീയായ 300 രൂപയുടെ ഡ്രാഫ്റ്റോ പോസ്റ്റൽ ഓർഡറോ രചനകൾക്കൊപ്പം ഓഗസ്റ്റ് 15-ന് മുൻപായി അയക്കേണ്ടതാണ്. രചനകൾ തപാലിലോ നേരിട്ടോ നൽകാവുന്നതാണെന്ന് KCBC മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ എബ്രഹാം ഇരിമ്പിനിക്കൽ അറിയിച്ചു.
കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.